നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ വരിഞ്ഞു മുറുക്കുമ്പോൾ സാമ്പത്തിക വർഷത്തിന്റെ അവസാന വർഷം കേരളം വെള്ളം കുടിക്കും. വരുന്ന മാർച്ചിൽ 17,000 കോടി രൂപ സംസ്ഥാനം അധികമായി കണ്ടെത്തണം. സുപ്രീം കോടതി കേരളത്തിന്റെ കേസ് പരിഗണിക്കാൻ എടുക്കുമ്പോൾ അനുകൂലമല്ല പ്രതികരണമെങ്കിൽ ഏപ്രിൽ മാസത്തിൽ കേരളത്തിന്റെ കഞ്ഞികുടി മുട്ടും. കേന്ദ്രത്തെ നേരിടാൻ സർക്കാരിന്റെ കയ്യിൽ ഒരു പ്ലാൻ ബി ഉണ്ട്. മാർച്ചിൽ അത് പുറത്തെടുക്കാനാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പദ്ധതി. കടപരിധി നിശ്ചയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെയാണ് കേരളം സുപ്രീം കോടതിയിലെത്തിയത്. ഹർജി പിൻവലിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം കേരളം തള്ളി. ഈ സാഹചര്യത്തിൽ അർഹമായ തുക കിട്ടാൻ പോലും സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരെ കാത്തിരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറയും. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും ഇതുവരെ സംസ്ഥാനത്ത് ചിലവ് ചുരുക്കൽ ഉണ്ടായിട്ടില്ല എന്നാണ് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചത്. കഴിഞ്ഞ മാർച്ചിൽ 22,000 കോടി ചെലവിട്ടു. ഇക്കുറി 17,000 കോടി അധികമായി കണ്ടെത്തണം. സാധാരണ ഒരു മാസം കേരളത്തിൽ ലഭിക്കുന്നത് 5,000 കോടി മാത്രമാണ്. കേന്ദ്ര അനുമതിയോടെ കേരളം ഇതുവരെ 28,000 കോടി രൂപയുടെ വായ്പ എടുത്തു കഴിഞ്ഞു. PF ഉൾപ്പെടെയുള്ള തുക ഉൾക്കൊള്ളുന്ന പബ്ലിക് ഫണ്ട് സംസ്ഥാന കടത്തിന്റെ ഭാഗമാക്കരുതെന്നും കേരളം ആവശ്യപ്പെടുന്നു. കിഫ്ബിയും ക്ഷേമ പെൻഷൻ കമ്പനിയും എടുക്കുന്ന വായ്പ കേരളത്തിന്റെ കടമാക്കരുതെന്ന് കേരളം ആവശ്യപ്പെടുന്നു. ഹർജി പിൻവലിച്ചാൽ 13,608 കോടി ഉടൻ കടമെടുക്കാമെന്നാണ് കേന്ദ്രം പറഞ്ഞത്. ഇതും കേരളം തള്ളി. കടമെടുപ്പ് നിശ്ചയിക്കുന്ന രീതി തിരുത്തിയ 24,000 കോടി കേരളത്തിന് ഉടൻ കടമെടുക്കാം. അതായത് കേന്ദ്രവുമായി ഉടക്കി പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സർക്കാർ. ചുരുക്കി പറഞ്ഞാൽ SSLC+2 ക്ലാസുകളിലെ പരീക്ഷ നടത്താൻ പണമില്ലാത്ത സാഹചര്യത്തിലാണ് സർക്കാർ. സ്കൂളുകളുടെ നിത്യച്ചെലവിനുള്ള ഫണ്ട് ഉപയോഗിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ട് കഴിഞ്ഞു. SSLC IT പരീക്ഷ, ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് പണം കണ്ടെത്താനാണ് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ വഴി തേടിയത്. സർക്കാരിൽ നിന്ന് പണം ലഭിക്കുന്ന മുറയ്ക്ക് സ്കൂളുകൾക്ക് ചിലവാകുന്ന പണം തിരികെ ലഭിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. സ്കൂളുകളുടെ ദൈനംദിന ചെലവുകൾക്കായുള്ള PD അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പരീക്ഷാ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇതിന് അനുമതി നൽകിയാണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. പണം ലഭിക്കുന്ന മുറയ്ക്ക് തിരികെ നിക്ഷേപിക്കണമെന്ന വ്യവസ്ഥയിലാണ് അനുമതി നൽകിയത്. കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തിപ്പിൽ 21 കോടി രൂപയും VHSCക്ക് 11 കോടി രൂപയും SSLC IT പരീക്ഷയ്ക്ക് 12 കോടിയും ചിലവാക്കിയിരുന്നു. ആകെ 2022-23 അധ്യയന വർഷം പരീക്ഷ നടത്തിപ്പിലെ ചിലവായ 44 കോടി രൂപയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കുടിശ്ശികയുള്ളത്. ഈ കുടിശ്ശിക നിലനിൽക്കെയാണ് പുതിയ നീക്കം. നേരത്തെ ഉത്തരപേപ്പർ അച്ചടിക്കുള്ള സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി നിരവധി യോഗങ്ങൾ ചേർന്നിരുന്നു. ഇതിനുശേഷമാണ് പ്രതിസന്ധി പരിഹരിച്ചത്. സുപ്രീം കോടതി കേരളത്തെ സഹായിക്കുന്ന നിലപാടല്ല സ്വീകരിച്ചത്. ഇരുപക്ഷത്തിൽ നിന്നും രാഷ്ട്രീയമല്ല, ഗൗരവകരമായ ചർച്ചകളാണ് പ്രതീക്ഷിക്കുന്നതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കേസ് പിൻവലിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടുവെന്നും എങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങൾ പരിഗണിക്കാനാകൂ എന്നും കേന്ദ്രം പറഞ്ഞതായി കേരളം കോടതിയിൽ അറിയിച്ചു. എന്നാൽ കേരളം ഉന്നയിക്കുന്നത് മുഴുവൻ ശരിയല്ലെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. ചർച്ചകൾ തുടർന്നുകൂടെയെന്നും ജസ്റ്റിസ് KV വിശ്വനാഥൻ പറഞ്ഞപ്പോൾ ചർച്ചയ്ക്ക് ഇനി കാര്യമില്ലെന്നും അടിയന്തര ആവശ്യം കണക്കിലെടുക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം. തുടർന്ന് മാർച്ച് 6-7 തീയതികളിൽ വാദം കേൾക്കുന്നതിനായി ഹർജി മാറ്റി. വിഷയത്തിൽ കോടതി തീരുമാനമെടുക്കുമെന്ന് അറിയിച്ചെങ്കിലും ഇതിനിടെ ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ നോക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ കേരളത്തെ നശിപ്പിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങളെക്കാൾ CPMന്റെ രാഷ്ട്രീയത്തിനാണ് ധനമന്ത്രി പ്രാധാന്യം നൽകിയത്. അപ്പോൾ ഇനിയുള്ളത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. അതിനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോച്ചിൽ പിണറായിയുടെ പന്ത് വീണ്ടും. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി അപകടകരമാവിധം കൈവിട്ടുപോയ നിലയിലാണെന്നത് കണക്കിലെടുത്ത് സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഗവർണറുടെ പരിഗണനയിലുണ്ടാവും. പൊതുപ്രവർത്തകനും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനുമായ RS ശശികുമാറാണ് ഗവർണർക്ക് നേരിട്ട് നിവേദനം നൽകിയത്. ഗവർണർ ചീഫ് സെക്രട്ടറിയോട് അടിയന്തരമായി വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നൽകിയില്ല. സാമ്പത്തിക പ്രതിസന്ധി ശരിവെച്ച് ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. 2020-21 CAG ഓഡിറ്റ് റിപ്പോർട്ടിനെയും അടിസ്ഥാനമാക്കണം. രാഷ്ട്രപതിയോട് ഇക്കാര്യം ശുപാർശ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് കേരള ഗവർണർക്ക് നിവേദനം നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ തകർന്നടിഞ്ഞ ധനസ്ഥിതിയുടെ ഗൗരവം ഉൾക്കൊണ്ട് അടിയന്തര നടപടി ആവശ്യപ്പെട്ടുള്ള നിവേദനം ഗവർണർക്ക് ലഭിക്കുന്നത് ഇതാദ്യമായാണ്. ഹൈക്കോടതി ഉത്തരവിന്റെയും ചീഫ് സെക്രട്ടറി കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെയും പകർപ്പുകൾ നിവേദനത്തോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ള വായ്പാ പരിധി കവിഞ്ഞതായി നിവേദനത്തിൽ പറയുന്നു. കേരളത്തിന്റെ ബാധ്യതകൾ ഇവയാണ്. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അത്യാവശ്യ സാധനങ്ങൾ നേരിട്ട് മേടിച്ചതിന്റെ പേരിൽ 1,000 കോടി രൂപയുടെയും ധാന്യങ്ങൾ സമാഹരിച്ച പേരിൽ 4,000 കോടി രൂപയുടെയും ബാധ്യതയുണ്ട്. സപ്ലൈകോ പൂട്ടാറായി. സർക്കാരിന് വേണ്ടി വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത സർക്കാർ കോൺട്രാക്ടർമാർക്ക് 16,000 കോടി രൂപ കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ട്. കോളേജ് അധ്യാപകരുടെ 2018 മുതലുള്ള UGC ശമ്പള കുടിശ്ശികയും DAയും ഇനത്തിൽ 1,500 കോടി രൂപ നൽകാനുണ്ട്. വിവിധയിനം ക്ഷേമ പെൻഷനുകൾ മാസങ്ങളോളം കുടിശ്ശികയായത് വയോജനങ്ങളെ ദുരിതത്തിലാക്കി. ഇന്ധന സെസ് ഏർപ്പെടുത്തിയത് ഈ ആവശ്യത്തിനായിരുന്നു.
സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 2019 ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ഡിഎയും അടക്കം 24,000 കോടി രൂപയുടെ കുടിശ്ശിക നൽകാനുണ്ട്. കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാൻ കഴിയുന്നില്ല. റിട്ടയർ ചെയ്യുന്നവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചിരിക്കുന്നു. ജീവനക്കാരുടെ പ്രതിമാസ പെൻഷൻ പോലും മാസങ്ങളായി നൽകുന്നില്ല. സർക്കാർ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫൈനാൻസ് കോർപ്പറേഷൻ സമാഹരിച്ച സ്ഥിര നിക്ഷേപങ്ങൾ കാലാവധി പൂർത്തിയായിട്ടും മടക്കി ലഭിക്കാത്തതുമൂലം നിക്ഷേപകർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പണം മടക്കി കൊടുക്കുവാൻ ഹൈക്കോടതി ഉത്തരവ് നൽകിയിട്ടും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും KSRTCക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ സാധിക്കില്ലെന്നുമുള്ള വിവരം രേഖാമൂലം കോടതിയെ അറിയിക്കുകയായിരുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഭീതിജനകമാണെന്നും ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം സംസ്ഥാന ഭരണം നിർവഹിക്കാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയാണെന്നുള്ള ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. വൈദ്യുതി ബോർഡ്, വാട്ടർ അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചിരിക്കുന്നു. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണവും താറുമാറായി. സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട നിയമപ്രകാരമുള്ള കേന്ദ്ര വിഹിതം കൃത്യമായി ലഭിക്കുന്നുവെങ്കിലും കേന്ദ്രവിഹിതം ലഭ്യമാക്കാത്തതിന്റെ പേരിലാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. മന്ത്രിസഭയുടെ ആസൂത്രണമില്ലാതെ ധനകാര്യ മാനേജ്മെന്റും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട റവന്യൂ വരുമാനം പിരിച്ചെടുക്കുന്നതിലെ വീഴ്ചയും ധൂർത്തും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായതായി CAG റിപ്പോർട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനം ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി തുടരുമ്പോൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് മാത്രമായി സംസ്ഥാന സർക്കാർ കേരളീയം, നവകേരള സദസ്സ് തുടങ്ങിയ പരിപാടികൾക്ക് കോടികൾ ചെലവിട്ടു. കോളേജുകളിൽ കൃത്യമായ അധ്യയനം നടക്കാത്തതിന്റെ പേരിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി അന്യസംസ്ഥാനങ്ങളിലേക്ക് വിദേശത്തേക്കും പലായനം ചെയ്യുകയാണ്. ഈ നില തുടർന്നാൽ സംസ്ഥാന താൽപര്യങ്ങൾക്കുപരി സ്വകാര്യ താൽപര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന മന്ത്രിമാരുടെ പിടിപ്പുകേട് മൂലം ജനജീവിതം ദുസ്സഹമാവുമ്പോൾ ജീവിക്കുന്നതിന് വേണ്ടി ജനങ്ങളിൽ ആക്രമവും കുറ്റവാസനയും ഏറെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഭരണഘടന ആർട്ടിക്കിൾ 360(1) പ്രകാരം സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ ഗവർണർക്ക് ശുപാർശ നൽകുമെന്നാണ് പ്രതീക്ഷ.